ഇക്കൊല്ലം നടക്കാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളേക്കാൾ വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഒന്ന്, കേരളത്തിൽ BJP അതിശക്തമായ രീതിയിൽ വളർച്ച നേടി. അതിലൂടെ എത്രത്തോളം പഞ്ചായത്തുകൾ, എത്രത്തോളം വാർഡുകൾ BJP കരസ്ഥമാക്കും, എത്ര മുനിസിപ്പാലിറ്റി നേടും, എത്ര കോർപ്പറേഷനിൽ ഭരണം പിടിച്ചെടുക്കും, ഇതാണ് കേരളം ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന്, കേരളത്തിൽ മുൻകാലത്ത് ഒരു തരത്തിലും ഉണ്ടാകാത്ത തരത്തിൽ സർക്കാരിനെതിരെയുള്ള ഒരു വലിയ വികാരം കേരളത്തിൽ നിൽക്കുന്നുണ്ട്. ആ ഭരണവിരുദ്ധ തരംഗം എത്രത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ബാധിക്കും? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറിയേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തുടങ്ങാം. സംസ്ഥാന തലസ്ഥാനം ആര് ഭരിക്കും എന്നാണ് അറിയേണ്ടത്. കഴിഞ്ഞ 30 വർഷമായിട്ട് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം LDFിൻ്റെ കൈകളിലാണ്. പ്രധാന പ്രതിപക്ഷമായിട്ട് UDFും നിൽക്കുന്നു. അത് ഇപ്പോഴല്ല, 2015 വരെ, 2010 വരെ മാത്രം. 15 വരുമ്പോൾ മാറുകയാണ് സ്ഥിതി. കഴിഞ്ഞ 2 തവണയായിട്ട് പ്രധാന പ്രതിപക്ഷം BJP ആണ്. ഇപ്പോൾ നഗരസഭയിലെ അംഗബലം എന്ന് പറയുന്നത് LDF 56 സീറ്റും BJP 34 സീറ്റും കോൺഗ്രസ് 10 സീറ്റിലും ഒതുങ്ങി എന്നുള്ളതാണ്. അതിന് അടുത്ത തെരഞ്ഞെടുപ്പ് കൂടിയാവുമ്പോൾ കോൺഗ്രസ് സംപൂജ്യരായി മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നോക്കണം, 2010 വന്നിട്ട് UDFന് 40 സീറ്റ് ഉണ്ടായിരുന്നു. 2010 BJPക്ക് 6 സീറ്റാണ് ഉണ്ടായിരുന്നത്. 2010, 2015 2020 BJPക്ക് 34 സീറ്റിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വെള്ളാട് വാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തുടർച്ചയായി 30 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDFിൻ്റെ കയ്യിൽ നിന്ന് ഭരണം ഇപ്പോൾ പോകുന്ന മട്ടിൽ നിൽക്കുകയാണ്. നമ്മൾ ഏറ്റവും അവസാനത്തെ ഒരു വിലയിരുത്തൽ എടുക്കുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം തന്നെ നോക്കുക. അതില് വരുന്ന ഈ നഗരസഭാ വാർഡുകൾ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് മിക്ക വാർഡുകളിലും BJP മുന്നേറ്റം കുറിക്കുകയാണ്. 100 വാർഡുകളാണ് നിലവിലുള്ളത്. പുതിയ വാർഡ് വിഭജനം അനുസരിച്ച് 101 വാർഡുകളിലേക്ക് മാറും തിരുവനന്തപുരം നഗരസഭ. ഈ വാർഡുകളിലൊക്കെ തന്നെ BJPക്ക് വലിയ കടന്നുകയറ്റം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. 2016 BJPക്ക് നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറന്ന നേമം മണ്ഡലത്തിൽ തന്നെ ഉള്ള വാർഡുകൾ BJPയുടെ കൈകളിലേക്കാണ്. നേമം മണ്ഡലത്തിലെ RSSനും ഒക്കെ തന്നെ ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് മണ്ഡലമാണ്, പാർലമെന്റ് മണ്ഡലം. ആ പാർലമെന്റ് മണ്ഡലത്തിലെ വരുന്ന നിയമസഭയിൽ പലതും A ക്ലാസ് മണ്ഡലമായി മാറാൻ പോവുകയാണ്. കഴക്കൂട്ടവും വട്ടിയൂർക്കാവും നേമവും തിരുവനന്തപുരം സെൻട്രലും, ഈ 4 ഇടങ്ങളിൽ BJP കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഈ 4 മണ്ഡലങ്ങളിലെയും വാർഡുകൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവിടെ BJPക്ക് നേട്ടം കൊയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് ഇവർക്ക് ഭരണത്തോടെ കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്, സർക്കാരിനെതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. അതുകൂടാഞ്ഞിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ മുൻകാലങ്ങളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മേയർ ആര്യ രാജേന്ദ്രനാണ് തിരുവനന്തപുരം നഗരസഭയെ LDFിൽ നിന്ന് കളഞ്ഞു കുളിപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രധാന ഉത്തരവാദി ഇപ്പോഴത്തെ മേയർ ആര്യ രാജേന്ദ്രന് തന്നെ കൊടുക്കാം. അത് ഒരു അപക്വമായിട്ടുള്ള ഒരു രീതിയാണ് ആര്യ രാജേന്ദ്രനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്.
ഒരുപക്ഷെ പിൻസീറ്റ് ഡ്രൈവർമാർ ധാരാളമുണ്ട്. ആര്യ രാജേന്ദ്രൻ ഒരു വഴിയിലൂടെ പോകുന്നു. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത്. വിവാദങ്ങളുടെ നടുച്ചുഴിയിൽപ്പെട്ട് നിൽക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. ഇല്ലാത്ത പൊങ്കാലയ്ക്ക് പണം എഴുതിയെടുക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ വേണ്ടപ്പെട്ട സഖാക്കന്മാർക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടി പിൻവാതിൽ നിയമനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കത്തിടപാട് നടത്തി ആനാവൂർ നാഗപ്പൻ സഖാവിന്റെ അടുക്കലേക്ക്, പ്രിയപ്പെട്ട സഖാവെ നമ്മുടെ സഖാക്കന്മാരുടെ ലിസ്റ്റ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ തിരുവനന്തപുരം നഗരസഭ അഴിമതിയിൽ മുങ്ങി കുളിച്ചു കിടക്കുകയാണ്. പിന്നെ മേയർ ആര്യ രാജേന്ദ്രന്റെ ആയിട്ടുള്ളത് മറ്റത്. KSRTC ബസ്സിനെ നടു റോഡിൽ തടഞ്ഞു നിർത്തി മേയറും മേയറിന്റെ ഭർത്താവ് ബാലുശ്ശേരി MLA സച്ചിൻ ദേവും കൂടി കാണിച്ച കോപ്രായം നമ്മൾ ഇന്നും മറന്നിട്ടില്ല. പാവം പിടിച്ച ഡ്രൈവറുടെ ജോലി കളഞ്ഞു. ഒരു കുടുംബത്തിന്റെ കഞ്ഞികൂടി മുട്ടിച്ചപ്പോൾ മേയർക്ക് ബഹു സന്തോഷവുമായി. ഇതൊക്കെയാണ് തിരുവനന്തപുരം മേയറെ പറ്റി എടുത്തു പറയാനുള്ള വിശേഷണങ്ങൾ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം നിവാസികൾ. അതിന് 2025 വരെ അവർ കാത്തിരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഒന്നുമല്ല, ഈ നഗരസഭയെ, അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിന് ഏതാണ്ടൊരു വളരെ പിന്നിലോട്ടടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാന തലസ്ഥാനമാണ്. അതിൻ്റെതായ രീതിയിൽ ഒരു പൈതൃക നഗരത്തിൻ്റെ രീതിയിൽ രാജവീഥികളുള്ള, കോട്ടകളുള്ള തിരുവനന്തപുരത്തെ അത്തരത്തിൽ സംരക്ഷിക്കാനായിട്ട് പോലും കഴിയാത്ത ഒരു ദുരവസ്ഥയാണ് ഈ നഗരസഭയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ, കാരണം തിരുവനന്തപുരം ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. 2009 ശശി തരൂര് MP ആയിട്ട് വരുമ്പോൾ പറഞ്ഞു, ഞാൻ ഈ നഗരത്തെ അങ്ങ് ബാഴ്സലോണയാക്കി മാറ്റും, അതായത് ഇരട്ട നഗരം ആക്കും എന്നൊക്കെ. അവസാനം എന്തു പറ്റി? അന്നത്തെ മേയർ ചന്ദ്രികയുമായിട്ട് ശശി തരൂർ കൊമ്പ് കോർത്തതല്ലാതെ കാര്യങ്ങളൊന്നും നടന്നില്ല. ഒടുവിൽ ബാഴ്സലോണയും മറന്നു, തരൂരും തിരുവനന്തപുരത്തെ മറന്നു. ബാഴ്സലോണ ഇപ്പൊ തിരുവനന്തപുരത്തെ കണ്ടുപഠിക്കുകയും ചെയ്തു. ഇതാണ് സ്ഥിതി. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം നഗരത്തിന് വളരെ പിറകോട്ടടിച്ചു കൊണ്ടുപോകുന്ന ഈ നഗരസഭയെ എന്നേക്കുമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഒരു ശക്തമായ മുന്നേറ്റമായിട്ട് BJP കടന്നു വന്നത്. BJP ഇപ്പോൾ തന്നെ 34 ഇടങ്ങളിലാണ്. അത് ഇവർക്ക് ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ കണക്കനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഭരണത്തോട് ഇവർക്ക് അടുത്ത് നിൽക്കുകയാണ്. നല്ല സ്ഥാനാർത്ഥികളെ തീർച്ചപ്പെടുത്തി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരസഭയിൽ BJPക്ക് ഭരിക്കാനായിട്ട് സാധിക്കും. ഇത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഊർജം കൂട്ടാനും സഹായിക്കും.